അധ്യാപനം കൂലിത്തൊഴിലായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ സ്വജീവിതത്തിലൂടെ മഹത്തര മാതൃക കാണിച്ച ഒരു വ്യക്തി കൂടി ഈ അധ്യയന വർഷം ഈ കലാലയ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. അനിതര സാധാരണമായ കർമ്മശേഷിയും തികഞ്ഞ മൂല്യബോധവും കൈമുതലാക്കിക്കൊണ്ട് GLPS മാമാങ്കരയുടെ കർമ്മമണ്ഡലത്തിൽ പ്രശാന്ത സൂര്യനെ പോലെ വിളങ്ങി നിൽക്കുന്ന ഉസ്മാൻ മാഷ് തൻ്റെ മനുഷ്യായുസ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും തനിക്കു ചുറ്റുമുള്ള സമൂഹത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന സബര്യയ്ക്ക് ഔദ്യോഗികമായെങ്കിലും അനിവാര്യമായ വിടവാങ്ങലിന് മനസ്സുകൊണ്ട് വേദനയോടെ നാം ഒരുങ്ങുകയാണ്. യാന്ത്രികമായ അധ്യാപക ജീവിതത്തിനപ്പുറം സജീവമായ ജീവത്തായ ഇടപെടലുകളാണ് മറ്റു പലരിൽ നിന്നും ഉസ്മാൻ മാഷിനെ വ്യത്യസ്തനാക്കുന്നത്. അങ്ങേയറ്റം സമർപ്പണ ബുദ്ധിയോടെ കൃത്യനിഷ്ഠമായി ഭാഷാധ്യാപനം നടത്തുമ്പോൾ തന്നെ വിദ്യാലയത്തിലെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ ഇന്നുള്ള അധ്യാപകരിൽ ഏറ്റവും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയും ഉസ്മാൻ മാഷ് തന്നെയാണ്. കാൽപ്പനിക ജീവിതം നയിക്കുന്ന വെറുമൊരു ഭാഷാധ്യാപകനല്ല ഉസ്മാൻ മാഷ് ഈ സ്കൂളിന്. അധ്യാപകൻ എന്നതിനൊപ്പം ഈ വലിയ സ്ഥാപനത്തിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും മടികൂടാതെ പകരം വയ്ക്കാൻ ആളില്ലാതെ നായകത്വം വഹിച്ചിട്ടാണ് അദ്ദേഹം വിട പറയുന്നത്. ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പ് വെട്ടിമാറ്റാനും കത്താതെ പോയ ബൾബ് നേരെയാക്കാനും ഉച്ചഭാഷിണിയുടെ തകരാറ് ശരിയാക്കാനും അദ്ദേഹത്തിന് മടിയില്ല. ആളിക്കത്തുന്ന സൂര്യന്റെ പച്ചവെയിലിൽ കായികമേളയ്ക്ക് കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും സ്കൂൾ വാഹനങ്ങളിൽ നിരനിരയായി കുട്ടികളെ അച്ചടക്കത്തോടെ കൊണ്ടുപോകുന്നതിനും പകരം വെക്കാനില്ലാത്ത പാടവമുണ്ട് ഉസ്മാൻ മാഷിന്. ജന്മം കൊണ്ട് മാമാങ്കരക്കാരനായ ഉസ്മാൻ മാഷ് 2001 പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഭാഷാധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. GLPS കരുവാരക്കുണ്ട്, ഗവൺമെന്റ് ഹൈസ്കൂൾ മരുത, GLPS പെഴുംതറ എന്നിവിടങ്ങളിലെ സ്തുത്യാർഹമായ സേവനത്തിനു ശേഷം 2019 സ്വദേശമായ മാമാങ്കരയിൽ അദ്ദേഹം അധ്യാപകനായി എത്തുന്നത്. മലയോര ജീവിതത്തിന്റെ പച്ച മനുഷ്യത്വം മുഖമുദ്രയാക്കിക്കൊണ്ട് സാധാരണയിൽ സാധാരണക്കാരനായിട്ടാണ് കുട്ടികളോടും സഹജീവികളോടും അദ്ദേഹം ഇടപെടുക. ക്ലാസ്സിലെത്തിയാൽ ഒരു നിമിഷം പോലും വെറുതെയിരിക്കാതെ കുട്ടികളോടൊപ്പമുള്ള ഓരോ നിമിഷവും അവർക്ക് ഗുണകരമായി ചിലവഴിക്കുന്നതിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. കുട്ടികളോടൊപ്പം അധ്യാപനത്തിന്റെ പരിവേഷമേതുമില്ലാതെ അവരിലൊരാളാണ് മാഷും. അകലമേതുമില്ലാതെ അയൽപ്പക്കത്തെ ചിരപരിചിതനെ പോലെ കുട്ടികളോട് ഇടപെടും മാഷ്. വലുപ്പ ചെറുപ്പമില്ലാതെ വൈഭവമേതും നോക്കാതെ കുഞ്ഞുങ്ങളെ സമന്മാരായി കാണുന്നതിന് മാഷ് ജാഗ്രത പുലർത്തിയിരുന്നു. അന്യഭാഷയെങ്കിലും അറബി ഭാഷയെ അകലം തോന്നിപ്പിക്കാതെ കുട്ടികൾക്ക് സ്വായത്തമാക്കുന്നതിന് സഹായകരമായ അധ്യാപന രീതിയാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. സഹ്യപർവ്വതം മുതൽ ഹിമാലയ സാനുക്കൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രാ ജീവിതത്തിനുടമയായിരുന്നു അദ്ദേഹം എന്നത് അധികമാർക്കും അറിയില്ല. സുഹൃത്തുക്കളോടൊപ്പമുള്ള നീണ്ട യാത്രകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണവും കാഴ്ചപ്പാടുകളും പലപ്പോഴും കുഞ്ഞു കവിതകളായി പുറത്തു വന്നിരുന്നുവെന്നതും അദ്ദേഹത്തെ കുറിച്ചോർക്കുമ്പോൾ രസകരമായ ഓർമ്മയാണ്. വിരമിക്കൽ എന്നത് അനിഷ്ടകരമെങ്കിലും ഔദ്യോഗിക ജീവിതത്തിന്റെ അനിവാര്യതയാണ്. സർവീസ് ബുക്കിന്റെ ആദ്യ താളുകളിൽ ജനന തീയതി രേഖപ്പെടുത്തുമ്പോൾ ഉറപ്പുള്ള മറ്റൊന്നുകൂടി അറിയാതെ എഴുതപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വിരമിക്കലും. എന്നാൽ മറ്റു പല ജോലികൾക്കുമില്ലാതെ അധ്യാപനത്തിന്റെ മാത്രം മാറ്റുകൂട്ടുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞു മനസ്സിൽ കോറിയിടുന്ന അറിവിന്റെ കൊച്ചുനാളങ്ങൾ ജീവിത പാന്താവിൽ വഴി തെളിയിക്കുമ്പോൾ അധ്യാപകനും അനശ്വരനാവുകയാണ്. ബാല്യകാലത്തിൽ സ്നേഹവായ്പോടെ നുകർന്നു തന്ന അറിവിന്റെ പൊൻവെളിച്ചം ജീവിതത്തിന് ജ്യോതിസ്സും പ്രകാശവുമായി മാറുമ്പോൾ ഓരോ അധ്യാപക ജീവിതവും സ്വാർത്ഥകമായി. താൻ പഠിപ്പിച്ച ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ സ്നേഹാർദ്രമായ സഹവർത്തിത്വം കൊണ്ട് അവിസ്മരണീയത നേടിക്കൊണ്ടാണ് ഉസ്മാൻ മാഷ് ഈ വിദ്യാലയ കുടുംബത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ഔദ്യോഗികതയുടെ ആലങ്കാരികത ഏതുമില്ലാതെ പച്ച മനുഷ്യനായി ജീവിച്ച ഉസ്മാൻ മാഷിന് ഈ സ്കൂളിന്റെയും മാമാങ്കരയുടെ പൗരാവലിയുടെയും പേരിൽ സ്നേഹാശംസകൾ നന്ദിപൂർവ്വം നേരുന്നു.